പ്രൂവൺ ഹർ വർത്ത് അല്ലേ? കാരണം എന്താ പറയുക, പുഴുവിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഓൾറെഡി ക്വാളിറ്റി ഉണ്ട്. ആൻഡ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറുതെ കണ്ണുടച്ച് പോയി കാണാം. ബ്യൂട്ടിഫുൾ. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മൂവി പോകുന്നത്. അതുകൊണ്ട് ത്രില്ലർ എലമെൻറ്റ് എനിക്ക് ഭയങ്കര സ്പോട്ട് ഓൺ ആയിട്ട് തോന്നി. സൗബിൻ നമുക്കറിയാലോ, സൗബിൻ നവ്യ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. പെർഫോം ചെയ്തിട്ടുണ്ട്. ത്രില്ലറാണ്, എല്ലാം ഉണ്ട്. ഫാമിലി ഓറിയന്റഡ് ആണ്. സോ ഗുഡ് മൂവി, വാച്ചബിൾ മൂവി. എല്ലാം ഉണ്ട്, എല്ലാ എലിമെന്റ്സും ഉണ്ട് അതിനകത്ത്. ഇമോഷൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, അതുപോലെ ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ മൂവി. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവ്യ നായരുടെ ഒരു പോലീസ് വേഷം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ക്രൈം സ്റ്റോറിയാണ്, പോലീസ് ആ സ്റ്റോറി അങ്ങനെയുള്ള വരിക. പക്ഷേ അതിലുപരി ഒരു നല്ലൊരു ഇതാണ്, ഒരു ഫാമിലി മൂവിയാണ്. ഒരു ഫാമിലിക്ക് കയറി കാണാൻ പറ്റിയ നല്ല അടിപൊളി മൂവി. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ അടിച്ചു അങ്ങനത്തെ പടമൊന്നല്ല, നല്ല അടിപൊളി മൂവി. ഒരു ത്രില്ലറിലുപരി ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി മൂവിയാണ്. നല്ലൊരു മൂവിയാണ്, സൂപ്പറാണ് പടം. ആക്ഷൻ വൈസ് എല്ലാം വളരെ അടിപൊളിയാണ്. എല്ലാം വളരെ ഇത്ര കാലം കൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി ത്രില്ലറാണ്. അടിപൊളി, അത് കാണാത്ത ത്രില്ലറാണ്. നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു ഇമോഷണൽ ജേർണി ഉണ്ടായിരുന്നു. നല്ല ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഡയറക്ഷനും അടിപൊളി. ഇല്ല, അടിപൊളിയാണ്. ചേച്ചി ഒരുത്തിലൊക്കെ അടിപൊളിയൊക്കെ അല്ലേ? അടിപൊളിയാണ്, നൈസാണ്, എല്ലാം സൂപ്പറാണ്. അതെയോ? ക്ലൈമാക്സ് ആക്ച്വലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു, പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു. അതാണ് ക്ലൈമാക്സ്. താങ്ക് യു.